മുംബൈയിൽ പരസ്യ ബോർഡ് തകർന്നു വീണ് 14 പേർ മരിച്ച സംഭവത്തിൽ അധികാരികളുടെ അനാസ്ഥയിൽ കടുത്ത പ്രതിഷേധം. മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നത്. സംഭവസ്ഥലം സന്ദർശിച്ച BJP നേതാവ് കിരിത് സോമയ്യക്കെതിരെയും ജനങ്ങളുടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. 30ഓളം പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. മുംബൈയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയും കനത്ത പൊടിക്കാറ്റിനെയും തുടർന്ന് 100 അടി ഉയരമുള്ള പരസ്യ ബോർഡ് തകർന്ന് 14 പേർ മരിക്കുകയും 74 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഘാട്കുപ്പർ മേഖലയിലെ ചെദ്ധാനഗർ ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലാണ് അനധികൃത പരസ്യ ബോർഡ് തകർന്നു വീണത്. പരിക്കേറ്റവരെ ഘാട്കുപ്പറിലെ രാജവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തിയത് മണിക്കൂറുകൾക്ക് ശേഷമാണെന്നാണ് പ്രദേശവാസികൾ പരാതിപ്പെടുന്നത്. മരണസംഖ്യ ഉയരാനുള്ള കാരണവും അധികാരികളുടെ അനാസ്ഥയായാണ് ഇവരെല്ലാം പറയുന്നത്. ഇന്ന് സംഭവ സ്ഥലത്തെത്തിയ പ്രദേശത്തെ ജനപ്രതിനിധി BJP നേതാവ് കിരിത് സോമയ്യക്കെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. बिल्कुल नहीं, आपको आपको फंसा रहे, झूठ बोल रहे, आपको झूठ बोल रहे, आपको वहाँ फंसा दिखा रहे, आपको झूठ बोल रहे हो. उनका काम झूठ बोलना है. हम लोग इधर खड़े, क्या काम है उनका? काम क्या है? प्रशासन काम कर रहे हैं, उसमें अड़थड़ा डाल रहे हो लोग. ഇപ്പോഴും 30ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംഭവത്തിൽ പരസ്യ കമ്പനി ഉടമ ഭവേഷ് ബിന്ദയ്ക്കും ബന്ധപ്പെട്ടവർക്കുമെതിരെ പദ്നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവസ്ഥലത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.